കൃപാവരങ്ങൾ നമ്മൾ പ്രാപിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ പാപത്തിന് കയറി വരുവാൻ കഴിയുന്ന ധാരാളം വഴികളുണ്ട്. നിഗളങ്ങളുണ്ടാകാം, അസ്വസ്ഥതകൾ വരാം, ദൈവിക തേജസ്സിനെ കളങ്കം ചാർത്തുന്ന വഴികൾ തുറക്കപ്പെടാം. അവിടെ നിങ്ങൾ തിരിച്ചറിയണം, ഈ വഴി ഏതാണ്? എന്നിൽ ഒരു നിഗളം ഉളവാക്കുവാനുള്ള ഒരു വഴിയാണോ ഒരു കൃപാവരത്തിലൂടെ തുറന്നു തന്നിരിക്കുന്നതെങ്കിൽ കർത്താവേ, അതെനിക്ക് വേണ്ട. സ്തോത്രം. ഇവിടെ ഒരു വഴി എനിക്ക് തുറന്നു നൽകിയിരിക്കുന്നു. ആ വഴിയിലൂടെ ഞാൻ പോയാൽ, നന്മ അനുഭവിച്ചാൽ, സമൂഹത്തിൻ്റെ ഇടയിൽ എനിക്കൊരു മാന്യതയോ പദവിയോ ലഭിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു നിഗളം ഉണ്ടാകുവാൻ ഇടയുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ആ പാതകൾ നേരെയാക്കുവാൻ. ഒരു വഴി നിങ്ങൾക്ക് തുറക്കുമ്പോൾ, പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കണമേ, ഞാൻ ഇങ്ങനെ ഒരു ജോലി സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നു, അത് ദൈവഹിതമാണോ അല്ലയോ എന്ന് ഒന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ ദൈവദാസന്മാരുടെ സഹായം തേടേണ്ട ഒരു ആവശ്യമില്ല. ഇത് വളരെ സിമ്പിളാണ്. ഉത്തരം വളരെ ലളിതമാണ്. നിങ്ങൾക്ക് ഒരു ജോലി തിരഞ്ഞെടുക്കാം. ഏത് ജോലി നമുക്ക് തിരഞ്ഞെടുക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ? നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമല്ലോ. മാന്യമായും അപ്പന്മാരുടെ കടപ്പാടാണല്ലോ മക്കളെ വളർത്തുക, പഠിപ്പിക്കുക എന്നുള്ള കാര്യമൊക്കെ. തീർച്ചയായും നമുക്കത് കർത്താവ് നിഷേധിക്കുന്നില്ല. നമ്മുടെ ന്യായമായ ഒരൊറ്റ ആവശ്യവും ദൈവം നിഷേധിക്കുന്നില്ല. ഏതൊരു ജോലി തിരഞ്ഞെടുത്താലും ആ ജോലിയിലേക്ക് ഞാൻ പ്രവേശിക്കുന്ന നാൾ മുതൽ എൻ്റെ മുമ്പോട്ടുള്ള യാത്രയിൽ എന്നിൽ നിഗളം ഉളവാകുവാനുള്ള ഏതെങ്കിലും വഴികൾ ഉണ്ടോ എന്ന് ആരാഞ്ഞറിയണം. എനിക്ക് മുമ്പായി ഈ വഴിയിലൂടെ കടന്നുപോയ ആൾക്കാർ, അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കണം. എനിക്ക് മുമ്പ് 5 കൊല്ലം മുമ്പ് 10 കൊല്ലം മുമ്പ് ഈ വഴിയിലൂടെ കടന്ന് ഇങ്ങനെ പോയി ഇപ്പോൾ റിട്ടയർമെൻ്റ് ആയ ആ ആളിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്ന് നിങ്ങൾ ചിന്തിക്കണം. വിദ്യാഭ്യാസ മേഖല തിരഞ്ഞെടുക്കുകയാണെങ്കിലും ഈ വിദ്യാഭ്യാസ മേഖല ഞാൻ തിരഞ്ഞെടുക്കുന്നത് പോലെ എൻ്റെ ദേശത്ത്, എൻ്റെ സമൂഹത്തിൽ, എൻ്റെ ബന്ധുക്കളുടെ ഇടയിൽ എനിക്ക് ഒരു മാന്യത ലഭിക്കും എന്ന് കരുതി ഒരു നിഗളം നമ്മുടെ ഉള്ളിൽ രൂപീകൃതമാകുവാൻ ഇടവരുന്ന ഒരു കോഴ്സാണ് പഠിക്കുവാൻ മുമ്പിൽ വന്നിരിക്കുന്നതെങ്കിൽ 3 പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് പ്രാർത്ഥിച്ച് ഒരു ഉറപ്പ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും പ്രാപിച്ചതിന് ശേഷം മാത്രമേ മുമ്പോട്ട് പോകാവേ എന്ന് ഞാൻ വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ്, വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇത് വളരെ അപകടകരമായ ഒരു മേഖലയിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്.